ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സോപ്പിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കണ ഈ സോപ്പാണ് നമ്മൾ മേക്കിംഗ് വീഡിയോ കാണിക്കാൻ പോണത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു സാധാരണ സോപ്പല്ല, ഇത് ബീട്രൂട്ടും മുൾട്ടാണിമിട്ടിയൊക്കെ അടങ്ങിയിട്ടുള്ളൊരു സോപ്പാണ്. അപ്പോൾ ഇതൊരു വൈറ്റനിങ് സോപ്പ് കൂടിയാണ്. ഇത് നമ്മൾ അത്യാവശ്യം സെയിലുള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ മേക്കിംഗ് വീഡിയോ കണ്ടാലോ. അപ്പോൾ നമ്മളൊരു മിക്സിയുടെ ജാറിക്ക് ഒരു മീഡിയം സൈസുള്ള ബീട്രൂട്ട് എടുത്തു, എന്നിട്ട് അത് നന്നായിട്ട് അരച്ചെടുത്തു. എന്നിട്ട് പിന്നെ അതിൻ്റെ നീര് മാത്രമാണ് നമ്മൾ എടുക്കണുള്ളൂ. പിന്നെ നമ്മൾ ഈ മിക്സിയുടെ ജാറ് നമ്മൾ വീട്ടിലത്തെ ആവശ്യത്തിന് ഉപയോഗിക്കണതല്ല, ഇതിന് മാത്രമായിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ നീര് മാത്രം എടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇത് ഡബിൾ ബോയിൽ ചെയ്യാണ്. ഇത് ഡയറക്റ്റ് അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ചൂടാക്കാറില്ല. അപ്പോൾ ഈ ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കണത്. അപ്പോൾ അതങ്ങനെ ചെയ്തെടുത്തു. എന്നിട്ട് പിന്നെ അതവിടെ മാറ്റി വയ്ക്കണം, അതിൻ്റെ ചൂട് മാറാനായിട്ട്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ഗ്ലിസറിൻ സോപ്പ് ബേസാണ്, അതും നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തു. അതിനുശേഷം നമ്മൾ ബീട്രൂട്ടിൻ്റെ നേരത്തെ ചൂടാറാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് നമ്മൾ മുൾത്താണി മിട്ടി മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോഴേക്കും നമ്മുടെ സോപ്പ് ബേസ് നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സോപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മൾ മുഖത്തെ പാടുകളും കുരുക്കളൊക്കെ നമുക്ക് ഒരുവിധം പോയി കിട്ടും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിന് നമുക്ക് കുറേ കസ്റ്റമേഴ്സ് കുറേ ഉണ്ട് ഈ സോപ്പിന് വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ പിന്നെ നമ്മളിനി മിക്സ് ചെയ്ത് വെച്ച ബീട്രൂട്ട് മുൾട്ടാണി മിട്ടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് നന്നായി മിക്സ് ആയതിന് ശേഷം നമുക്ക് എസൻസുകൾ ഒഴിച്ചു കൊടുക്കാം. കുക്കുംബർ എസൻസ് ഒഴിച്ചു, ക്യാരറ്റ് എസൻസ്, ആര്യവേപ്പ് എസൻസ്, പിന്നെ വെജ് ഗ്ലിസറിൻ, വൈറ്റമിൻ ഇ ഓയിൽ അതൊഴിച്ചു കൊടുത്തു നമ്മൾ നന്നായിട്ട്. എന്നിട്ട് വീണ്ടും അത് മിക്സ് ചെയ്യണം, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മളിതിൽ വേറെ കളറോ കാര്യങ്ങളൊന്നും ചേർക്കണില്ല. പിന്നെ നമ്മൾ ഫ്രാഗ്രൻസ് ഓയിൽ അത് ചേർത്തെടുത്തു. ഫ്രാഗ്രൻസ് ഓയിൽ നമ്മൾ സ്മെല്ലിനായിട്ടാണ് ചേർക്കണത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ നന്നായി മിക്സ് ആയതിനു ശേഷം പിന്നെ നമുക്കത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സോപ്പിൻ്റെ മോൾഡിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. ആ ചൂടോടെ കൂടി തന്നെ നമുക്കത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് അതിലേക്ക് തന്നെ കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ 7 സോപ്പിനുള്ളത് ചെയ്തിട്ടുള്ളൂ, നമുക്ക് അത്രയും മതിയായിരുന്നു. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇൻഗ്രീഡിയൻസൊക്കെ കുറച്ചെടുത്തത്. അപ്പം നമ്മുടെ സോപ്പ് അവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഓർഡർ അനുസരിച്ച് ചെയ്തുള്ളതാണ്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയത് രാത്രിയാണ്, അപ്പോൾ എടുക്കണത് രാവിലെയാണ്. അപ്പോൾ നമ്മളിതൊരു ഓവർനൈറ്റ് വെച്ചിട്ടുണ്ട്. ശരിക്കും അത്ര വേണ്ട, ഒരു 4 മണിക്കൂറൊക്കെ മതി ഇത് സെറ്റാവാൻ. അപ്പോൾ അതിന്ന് ഒരെണ്ണം എടുത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന്ന് ഒരെണ്ണം എടുത്തു. അപ്പോൾ ഞാനത് നന്നായിട്ട് എടുത്ത് നന്നായി പതയണമൊക്കെ ഉണ്ട്. അത് നമുക്ക് സാധാരണ പോലെ ഒരു ക്രീമി രൂപത്തിലാണ് കിട്ടണത്. ഒരു 2 മിനിറ്റ് മുഖത്ത് വെച്ചതിന് ശേഷം അത് കഴുകി കളയാം. അപ്പോൾ അത് കഴുകി കളഞ്ഞപ്പോൾ ഒരു പാക്കൊക്കെ ഇട്ടൊരു ഫീലാണ് കിട്ടിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ അത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.